മധ്യവർഗത്തിന് തലോടൽ. ആദായ നികുതി നിരക്കിൽ ഇളവ്. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ല. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റിൽ ആദായ നികുതിയിൽ വമ്പൻ ആശ്വാസ പ്രഖ്യാപനങ്ങൾ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇളവനുവദിച്ച് ആദായ നികുതി അടക്കേണ്ട പരിധി ഉയർത്തി. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി ആദായ നികുതി ഇല്ല. ഇതോടെ ബഹുഭൂരിപക്ഷം മാസശമ്പളക്കാർ ആദായ നികുതി പരിധിക്ക് പുറത്താകും. മധ്യവർഗ കേന്ദ്രീകൃതമായ പരിഷ്കാരത്തിലൂടെ സമീപകാലത്തെ ഏറ്റവും വലിയ നികുതി ഇളവാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ഇനി 12 ലക്ഷം ശമ്പളം വാങ്ങുന്നവർക്ക് 80,000 രൂപ വരെ ലാഭിക്കാം. 18 ലക്ഷം ശമ്പളമുള്ളവർക്ക് 70,000 ലാഭിക്കാം. 25 ലക്ഷം ശമ്പളമുള്ളവർക്ക് 1.1 ലക്ഷം രൂപയുടെ നേട്ടമുണ്ടാകും. പുതിയ പരിഷ്കാരത്തിലൂടെ മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തുന്നതോടെ മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഇറങ്ങുമെന്ന് സർക്കാർ കരുതുന്നു. മധ്യവർഗം തിങ്ങിപ്പാർക്കുന്ന ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടി മുന്നിൽ കണ്ടാണ് ഈ പ്രഖ്യാപനം എന്ന് വിലയിരുത്തുന്നവരുണ്ട്. ഇതിനു പുറമെ വിദ്യാഭ്യാസ, ആരോഗ്യ, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. മൊബൈൽ ഫോണിനും ജീവൻ രക്ഷാ ഔഷധങ്ങൾക്കും വില കുറയുമെന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് സന്തോഷകരമാണ്. 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ക്യാൻസർ രോഗികൾക്കുൾപ്പെടെ 7ഓളം ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയും. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയിലും കുറവ് വരും. AI പഠനത്തിന് 3 സെന്റർ ഓഫ് എക്സലൻസ് 500 കോടിയും അനുവദിച്ചിട്ടുണ്ട്. എല്ലാ സർക്കാർ സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇന്റർനെറ്റ്. 1 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ 15,000 കോടി. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 5 ലക്ഷമാക്കും തുടങ്ങി ഒരുപിടി പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്.